بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവരും കന്യകയും അതോടൊപ്പം തന്നെ കൂടുതൽ പരീക്ഷിക്കപ്പെട്ടവരും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായതും ആ കാരണം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന വിട്ട് വെളിയിലോട്ട് പോകുമ്പോൾ, കച്ചവട ആവശ്യാർത്ഥമോ അതല്ലെങ്കിൽ അഭ്യന്തരമായ ഏതെങ്കിലും വിഷയത്തിനോ വെളിയിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാര്യയെ കൂട്ടാറുണ്ട്. അതിന് നെറുക്കിടലാണ് പതിവ്. ബനുൽ മുസ്തലഖ് യുദ്ധം നടക്കുന്നു. അതിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പോകുമ്പോൾ നെറുക്കിട്ട് ആയിഷ ബീവിക്കാണ് നെറുക്ക് വീണത്. ആയിഷ ബീവിയെയും കൂട്ടി ബനുൽ മുസ്തലഖിലേക്ക് പോകുന്നു. വിജയിച്ച് തിരിച്ചു വരുന്നു. മദീനയുടെ ഏകദേശം അടുത്തെത്താറായപ്പോൾ അവർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് തമ്പടിക്കുന്നു. അവിടെ അല്പനേരം അവർ വിശ്രമിക്കുന്നു. രാത്രിയാണ്. ആർക്കും ആയിഷ ബീവിയെ തിരിച്ചറിയാനുള്ള സാധ്യതയുമില്ല, സാഹചര്യമില്ല. ആയിഷ ബീവി മലമൂത്ര വിസർജനത്തിന് വേണ്ടി വെളിയിലേക്ക് പോകുന്നു. തിരിച്ച് ഒട്ടകത്തിന്റെ അടുക്കിലേക്ക് വരാൻ പോകുമ്പോൾ കഴുത്തിലുള്ള മാല നഷ്ടപ്പെട്ടതപ്പോഴാണ് അറിയുന്നത്. സത്യത്തിൽ ആയിഷ ബീവിയുടെ ശാരീരിക പ്രകൃതി മെലിഞ്ഞ ശരീരമായതുകൊണ്ട് തന്നെ ആള് ഭാരം കുറവായതുകൊണ്ടും ഒട്ടകക്കട്ടിലിൽ ഉണ്ട് എന്നുള്ള ഉറപ്പിന്മേൽ അവർ യാത്ര തുടർന്നതാണ്. ആ കാഫിർ സംഘം നേരെ മദീനയിലേക്ക് എത്തുകയാണ്. ആയിഷ ബീവി ആണെങ്കിൽ അവരെ ഈ മാല തിരഞ്ഞു പോയതിന്റെ പേരിൽ ആയിഷ ബീവിക്ക് ഇവരെ കണ്ടെത്താൻ പറ്റിയതുമില്ല. എന്തായാലും ഉറപ്പാണ്, മദീനയിലേക്ക് എത്തിയിട്ട് ഒട്ടകപ്പുറത്ത് എന്നെ കണ്ടിട്ടില്ലെങ്കിൽ മുത്തുനബിയും സ്വഹാബത്തും എന്നെ അന്വേഷിച്ച് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാതിരിക്കൂല. എന്നെ കാണാതാവുമ്പോൾ എന്തായാലും എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും എന്ന ഉറപ്പിന്മേൽ ആയിഷ ബീവി അവിടെ തന്നെ ഇരുന്നു. സാധാരണ റസൂലുള്ളാഹിന്റെ യാത്രാ സംഘം പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിറകിൽ ഒന്നോ രണ്ടോ സ്വഹാബിമാര് വരും. ഈ യാത്രാ സംഘത്തിൽ നിന്ന് എന്തെങ്കിലും നിലത്തോട്ട് വീണു പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്താൽ അത് തെരഞ്ഞെടുത്ത് മദീനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിറകിൽ ഒന്നോ രണ്ടോ സ്വഹാബിമാര് വരാറുണ്ട്. ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സ്വഹാബിമാർക്കിടയിൽ അവസാനം വന്ന ആളാണ് മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു. സഫ്വാൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുന്ന സമയത്ത് ഈ റസൂലുള്ളാഹിയും സ്വഹാബത്തും വിശ്രമിച്ച സ്ഥലത്തെത്തിയപ്പോൾ അവിടെയുണ്ട് ഒരു കറുത്ത രൂപത്തിലുള്ള ഒരാൾ. ചോദിച്ചു, ആരാണിത്? ഞാൻ ആയിഷ സൗജത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിഷയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഫ്വാൻ പറഞ്ഞു, എന്താണിത്, എന്ത് പറ്റിയതാണ്? വിവരം പറഞ്ഞു. പിന്നെ സംസാരങ്ങളൊന്നുമില്ല. ഒട്ടകത്തെ അവിടെ ഇരുത്തി ആയിഷ ബീവിനെ അതിലേക്ക് കയറ്റി സഫ്വാൻ തങ്ങൾ നടന്നു. ആയിഷ ബീവി ഒട്ടകപ്പുറത്തേറി മദീനയിലേക്ക് എത്തി. അവർ മദീനയിലേക്ക് എത്തി. തൊട്ടടുത്ത സമയം തന്നെ ഇവർ രണ്ടുപേരും മദീനയിലേക്ക് എത്തിയിട്ടുണ്ട്. വിവരം റസൂലുള്ള അറിഞ്ഞു. ഏതായിരുന്നാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷ ബീവിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും റാഹത്തന്നെ, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഭാര്യ സഫ്വാന്റെ കൂടെ വന്നു എന്നും സഫ്വാനുമായിട്ട് ആയിഷ ബീവിക്ക് എന്തൊക്കെയോ അസ്വാഭാവിക ബന്ധങ്ങളുണ്ട് എന്നും കള്ളപ്രചരണം നടത്തിയിട്ട് വിശ്വാസികൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തിക്കാൻ വേണ്ടി അന്ന് മദീനയിലുണ്ടായിരുന്ന കപട വിശ്വാസികളുടെ മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു സുലൂൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചു. ഈ വിവരം പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അത് മദീനയാകെ പരന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടിയിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തിന്റെ തെറ്റായ വാക്കുകൾ കേട്ട് അവിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ വളർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സ് വല്ലാതെ വേദനിച്ചു. പ്രിയതമയെക്കുറിച്ച് ആളുകൾ പറയുന്ന ഈ വാക്ക് കേട്ടിട്ട് മുത്തനബിക്ക് വല്ലാണ്ടായിപ്പോയി. സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഭാര്യ ഉമ്മു റുമാനും വിവരറിഞ്ഞു. നാട്ടുകാർ മൊത്തറിഞ്ഞു. ആയിഷ ബീവി അടുക്കലേക്ക് തൽക്കാലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാതെ റസൂലുള്ള പള്ളിയിൽ തന്നെ ഇരുന്നു. മുത്തുനബി പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരാതായപ്പോൾ ആയിഷ ബീവിക്ക് സങ്കടമായി. എന്തേ നബി ഇങ്ങോട്ട് വരാത്തത്? തങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പ്രയാസമുണ്ട്. ഞാനെന്ന് എൻ്റെ ഉപ്പാനടുത്തും ഉമ്മാനടുത്തും പോട്ടെ ചോദിച്ചു. മുത്തുനബി സമ്മതം കൊടുത്തു. അവര് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോഴൊന്നും ഈ മദീനയിൽ നടക്കുന്ന ഈ ദുരാരോപണം അവരറിയുന്നില്ല. സത്യത്തിൽ എന്തോ ഒരു സംതിങ് റോങ്, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നറിയാം. പക്ഷെ കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെടുന്നില്ല. ആ ഇടക്കാണ് ഒരു ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരിയായ ഒരാള് അവരുടെ മകൻ മിസ്തഹിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. മിസ്തഹ് അബദ്ധം സംഭവിച്ചു. ഉമ്മു മിസ്തഹാണ് പറഞ്ഞത്. അത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സഹോദരിയാണ്.
അവർ പറയുന്നത് എൻ്റെ മകൻ്റെ ഭാഗത്ത് അപകടം സംഭവിച്ചിട്ടുണ്ട്, അവൻ തെറ്റായ വാർത്തകൾ പറയുന്നുണ്ട്. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, മിസ്തഹിനെ കുറിച്ചൊന്നും പറയരുത്, അയാൾ ബദറിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ മിസ്തഹ ചോദിച്ചു, അല്ല മോളെ, നീ വിവരങ്ങളൊന്നും അറിയില്ലേ? നിന്നെക്കുറിച്ച് ആളുകൾ എന്തൊക്കെയായി പറയുന്നത്? കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലേ? അപ്പോഴാണ് ആയിഷ ബീവി ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ആയിഷ ബീവി